ദൂരദർശനെതിരെ ഗുരുതര ആരോപണവുമായാണ് CPI രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPIക്ക് അനുവദിച്ച പരിപാടിയിൽ പറയേണ്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കി എന്നതാണ് CPIയുടെ പരാതി. BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരായ പരാമർശങ്ങളാണ് ഒഴിവാക്കിയത്. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വെട്ടിയ ഭാഗം റെക്കോർഡ് ചെയ്യാനും പ്രക്ഷേപണം ചെയ്യാനും അവർക്ക് സ്വാഭാവികമായിട്ട് പ്രയാസമുണ്ട്. അതവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ റെക്കോർഡിങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും പ്രയാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്ന എനിക്ക് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടർമാരോട് CPIക്കുള്ള നിലപാടും രാഷ്ട്രീയവും പറയാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വെറ്റിംഗ് കമ്മിറ്റി ഈ ഗൈഡ് ലൈൻസിനെ പോലും മാനിക്കാതെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവർക്ക് പിടിക്കാത്ത ഭാഗം വെട്ടിമാറ്റുന്ന ഈ രീതിയോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പൊളൈറ്റായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഇതിനകത്ത് ഇല്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈകൂപ്പി അവിടെ നിന്ന് പോകുന്നു. ഇത് എനിക്ക് തോന്നി ജനങ്ങൾ അറിയണം, രാജ്യം അറിയണം എങ്ങനെയാണ് BJP ഗവൺമെൻറ് ദൂരദർശനെയും ആകാശവാണിയെയും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. സൈഫ്, ബിനോയ് വിശ്വത്തിന്റെയും CPIയുടെയും ആരോപണം കുറെ കൂടി ഗൗരവതരത്തിലുള്ള ഒന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖ വീഡിയോ അപ്പാടെ നീക്കിയതാണെങ്കിൽ ഇതിൽ പർട്ടിക്കുലർ ഭാഗങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ BJPയെയും NDAയും വിമർശിക്കുന്ന, പ്രധാനമന്ത്രി അടക്കം വിമർശിക്കുന്ന ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറെ കൂടി ഗൗരവതരത്തിലുള്ള ക്ലാരിറ്റി ഉള്ള ഒരു ആരോപണമാണ്. CPI എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്? ഇനി ഇക്കാര്യത്തിലും രത്തൻ യു കേൽക്കൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു വിശദീകരണം ഉണ്ടാവാൻ വഴിയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ദൂരദർശനാണ് ഇതിനകത്ത് സൈഫുദ്ദീൻ അതിന്റെ കൺസേൺഡ് പാർട്ടിയായിട്ട് വരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഒരു സ്ലോട്ട് ദൂരദർശൻ അനുവദിക്കുന്നുണ്ട്. അത് സർക്കാർ സംവിധാനം എന്ന നിലയിൽ തന്നെയാണ് ദൂരദർശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ലോട്ട് അനുവദിക്കുന്നത്. ഇന്നത്തെ CPIയുടെ ദിവസമായിരുന്നു. അതിനു മുമ്പ് എന്താണ് അവതരിപ്പിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നത് സംബന്ധിച്ച് ഒരു അത് പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ദൂരദർശനെ അറിയിക്കണം. ഇന്നലെ തന്നെ CPI ഓഫീസിൽ നിന്ന് എന്താണ് ബിനോയ് വിശ്വം പറയുന്നത് സംബന്ധിച്ച് CPIയുടെ ഓഫീസിൽ നിന്ന് തന്നെ രേഖാമൂലം ദൂരദർശനെ അറിയിച്ചിരുന്നു. ദൂരദർശനെ അറിയിക്കുകയും വൈകിട്ടോടുകൂടി ദൂരദർശനിൽ നിന്ന് ഒരു അറിയിപ്പ് തിരികെ വന്നു. അത് ബിനോയ് വിശ്വത്തെ വിളിച്ചാണ് പറഞ്ഞത്, ചില ഭാഗങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് സംപ്രേഷണം ചെയ്യാൻ കഴിയുക. രാവിലെ സാർ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ബിനോയ് വിശ്വം ഈ പരിപാടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ദൂരദർശനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയതെന്ന്. അതിന് അവർ 2 ഭാഗങ്ങൾ കാണിച്ചു തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് സൈഫുദ്ദീൻ: BJP അന്യമത വിദ്വേഷത്തിന്റെ പിന്തിരിപ്പൻ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. അവർ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും നേർക്ക് ഭരണകക്ഷിയുടെ പിന്തുണയുടെ കടന്നാക്രമങ്ങൾ നടക്കുന്നു. പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നിയമവാഴ്ചയുടെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നൽകുന്നില്ല. പീഡകർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അവർ ഒഴിവാക്കിയ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും വിഭജന രാഷ്ട്രീയത്തിലൂടെ സ്വയം ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ നയം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കുക. അതായത് CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാ കാലത്തെയും നിലപാട് അതിനകത്ത് എഴുതി ചേർക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. പക്ഷെ അത് അവതരിപ്പിക്കാൻ കഴിയില്ല. അത് വെറ്റിംഗ് കമ്മിറ്റിയുണ്ട്, ആ വെറ്റിംഗ് കമ്മിറ്റി അതിന് വെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് ദൂരദർശനിൽ നിന്ന് ലഭിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ കാരണം നൽകിയില്ല. അതിന്റെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഗൈഡ് ലൈൻസ് ബിനോയ് വിശ്വം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് തന്റെ പ്രസംഗത്തിൽ താൻ പറയാൻ പോയ കാര്യങ്ങളിലൊന്നും ഈ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി ഒരു വരി പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും അത് വെട്ടുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കരുത്, ദൂരദർശനിലൂടെ പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രസാർ ഭാരതിക്ക് പരാതി നൽകും, പക്ഷെ പരാതി നൽകിയാൽ ഗുണം ഏതെങ്കിലും ഉണ്ടെന്ന് താൻ കരുതുന്നില്ല. പക്ഷെ പരാതി നൽകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ അതീവ ഗൗരവമായിട്ട് സംഭവമാണ്. ഈ ദൂരദർശൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ സംവിധാനമാണ്. അതിനെ ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കൂടി നമുക്കിതിനെ കാണാൻ കഴിയും സൈഫുദ്ദീൻ. അപ്പോൾ ദൂരദർശനാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാടും വിശദീകരണവും പ്രതികരണവും നടത്തേണ്ടത്. പ്രസാർ ഭാരതിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.